നമസ്കാരം. ജപ്പാന്റെ ബാബ വാങ്ക എന്നറിയപ്പെടുന്നയാളാണ് ജാപ്പനീസ് മാങ്ക കലാകാരിയായ റിയോ തത്സുഗി. അവരുടെ ഒരു പ്രവചനമാണ് ലോകത്തെ ഒന്നടങ്കം ഇപ്പോൾ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. 2025 ജൂലൈയിൽ ജപ്പാനിൽ വലിയൊരു ദുരന്തം വരുന്നുണ്ട് എന്ന് അവർ പ്രവചിച്ചിരുന്നു. അത് ജപ്പാനെ വല്ലാതെ ബാധിച്ചു. അവിടുത്തെ സാമ്പത്തിക ഘടനയിൽ പോലും കോട്ടം തട്ടിച്ചു. വിനോദസഞ്ചാരികളടക്കം ജീവനും കൊണ്ടോടി. ഈ പ്രവചനത്തിൻ്റെ പിന്നാലെ ജപ്പാനിലേക്ക് പുതുതായി വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും കുറവുണ്ടായി. ഈ മാസം അവസാനത്തിനും ജൂലൈ ആദ്യത്തിനുമിടയിലുള്ള വിമാന ബുക്കിങ്ങുകളിൽ വലിയ രീതിയിൽ കുറവുകളുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 5-ാം തീയതി ജപ്പാനിലും ചില അയൽ രാജ്യങ്ങളിലും ഒരു വലിയ ദുരന്തം ഉണ്ടായേക്കാമെന്നും ഇത് വ്യാപകമായ നാശത്തിന് കാരണമാകുമെന്നും തത്സുഗി തൻ്റെ പുസ്തകത്തിൽ പരാമർശിച്ചിരുന്നു. പ്രവചനം ലോകമെമ്പാടും വൈറലായി. യഥാർത്ഥ ഭൂകമ്പ പ്രവർത്തനങ്ങളുമായി സംയോജിക്കുന്നതിനാൽ ജപ്പാൻ ഇപ്പോൾ ഭീതിയുടെ നിഴലിൽ കൂടിയാണ്. ഇത് ജപ്പാനിലെ വിനോദസഞ്ചാര മേഖലയിൽ വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രവചനം ടൂറിസ്റ്റ് ബുക്കിങ്ങുകളിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും പൊതുജനങ്ങളുടെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുകയും ചെയ്തു. മാങ്ക പ്രവചനത്തെ ശരിവച്ച കഴിഞ്ഞ 5 ദിവസത്തിനിടെ ടൊഗാര ദ്വീപുകളിൽ 330-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായി. അതേസമയം ക്യൂഷ്യൂവിലെ മൗണ്ട് ഷിൻമോ പൊട്ടിത്തെറിച്ച് 500 മീറ്റർ ഉയരത്തിൽ ചാരവും പൊടിപടലങ്ങളും ആകാശത്തിലേക്കെത്തി. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അതായത് JMA അഗ്നിപർവ്വത ജാഗ്രത 3 ലെവലിലേക്ക് ഉയർത്തി. താമസക്കാരോട് അകലം പാലിക്കാനും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതോടെ ഇത് രാജ്യവ്യാപകമായ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്തത്. ജൂലൈ 5-ാം തീയതി ജപ്പാനെ സംബന്ധിച്ചിടത്തോളം നിർണായകം കൂടിയാണ്. ജപ്പാന്റെ ഭാവി തന്നെ തീരുമാനിക്കാൻ പോകുന്ന ദിനമായിട്ടാണ് അവിടെയുള്ളവർ തന്നെ കണക്കാക്കപ്പെടുന്നത്. ജപ്പാനിലെ ജനങ്ങളുടെ ഈ ഭീതിക്ക് ആക്കം കൂട്ടിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിയോ തത്സുഗിയുടെ 1999 പുറത്തിറങ്ങിയ കൾട്ട് മാങ്ക എന്ന പ്രസിദ്ധീകരണത്തിൽ തത്സുഗി എഴുതിയ ദ ഫ്യൂച്ചർ ഐ സോ എന്ന ലേഖനമാണ്. 2011 വിനാശകരമായ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുമെന്ന പ്രവചനം കൃത്യമായതോടെ ജപ്പാനിലെ ജനങ്ങൾ മാങ്ക പ്രവചനത്തിൽ വിശ്വസിക്കുന്നു. 2025 ജൂലൈ 5-ന് ഒരു വലിയ ദുരന്തം ജപ്പാനെ കാത്തിരിക്കുന്നതായാണ് മാങ്ക പ്രവചനത്തിൽ ഉള്ളത്. ആ തീയതി അടുക്കുകയും ഭൂചലനങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ മാങ്ക വീണ്ടും വൈറലായി. സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ഫോറങ്ങളിലും ഈ പ്രവചനം ആധിപത്യം സ്ഥാപിച്ചു. എന്നാൽ ഈ പ്രവചനം ടൂറിസത്തെ ഇതിനകം തന്നെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹോങ്കോങ്, തായ്വാൻ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബുക്കിങ്ങുകൾ 83% വരെ കുറഞ്ഞു. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഹോങ്കോങ് എയർലൈൻസ് പോലുള്ള വിമാന കമ്പനികൾ വിമാനങ്ങൾ വെട്ടിക്കുറച്ചു. ചില ട്രാവൽ ഏജൻസികൾ 50% വരെ റദ്ദാക്കൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം മാങ്കയും നിലവിലെ ഭൂകമ്പ പ്രവർത്തനവും തമ്മിലുള്ള ബന്ധം ജപ്പാനിലെ ഭൂകമ്പ ശാസ്ത്രജ്ഞരും JMAയും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കൃത്യമായ സമയമോ സ്ഥലമോ ഉപയോഗിച്ച് ഭൂകമ്പങ്ങൾ പ്രവചിക്കാൻ ഒരു ശാസ്ത്രീയ രീതിയും നിലവിലില്ല എന്നവർ ഊന്നി പറയുകയാണ്. പരിഭ്രാന്തിക്ക് പകരം തയ്യാറെടുപ്പിന് മുൻഗണന നൽകുമെന്നവർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. എന്നിരുന്നാലും ജപ്പാന് ബാബ വാങ്ക എന്നറിയപ്പെടുന്ന തത്സുഗി എന്നും ഒരു വാർത്താ താരം തന്നെയാണ്. സമുദ്രങ്ങൾ തിളച്ചും മറിയുന്നു, കടലിനടിയിലെ വിള്ളൽ തുടങ്ങിയ വാക്യങ്ങളുള്ള അവരുടെ സ്വപ്നങ്ങളിലെ ദർശനങ്ങളും പ്രതീകാത്മക മുന്നറിയിപ്പുകളും വളരെയധികം പേർ വിശ്വസിക്കുന്നുണ്ട്. ഭൂമിയെ വിറപ്പിക്കുന്ന ഭൂചലനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ജപ്പാനിൽ ജൂലൈ 5-ന് ആ ദുരന്തം സംഭവിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് തത്സുഗി എന്ന വ്യക്തിയെ ലോകം അംഗീകരിക്കുന്നതിന് തുല്യമാകും. മറിച്ചാണെങ്കിൽ ശാസ്ത്രത്തിനപ്പുറം ഒരു പ്രവചനവും നിലനിൽക്കുന്നില്ല എന്ന് വാദിക്കുന്നവർക്കതൊരു പ്രചോദനവുമായി മാറുകയും ചെയ്യും.